നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിന് നോക്കിയിട്ട് നേരെ നടക്കുക, അത്രയാണ്. റോഡിൽ കല്ലുണ്ടാവും, മുള്ളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് പോകേണ്ടി നമ്മുടെ കാര്യം നടക്കൂലല്ലോ. തട്ടിയിട്ട് നേരെ പോവുക, അത്ര തന്നെ ഉള്ളൂ. എന്തിനാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത്? കാണാനൊക്കെ കളിയാക്കൂലേ, വില പോകൂലേ, ആൾക്കാർ കൈയൊട്ടിച്ചിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരാളെ എനിക്ക് മെസ്സേജ് അയച്ചു. ഞങ്ങൾക്ക് സീനില്ല. അപ്പോൾ ഞാൻ ഏകദേശം തുടങ്ങിയിട്ട് 15 ദിവസമായി. 15 ദിവസത്തിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട്. ഗ്രോത്ത് പറഞ്ഞാൽ ആകെ 30 സബ്സ്ക്രൈബുള്ളൂ. 30 സബ്സ്ക്രൈബും എനിക്ക് വേണ്ടപ്പെട്ടവർ, ഫാമിലി, ഫ്രണ്ട്സ്, അങ്ങനത്തെ ആൾക്കാരാണ്. പിന്നെ 600 വ്യൂസ് ഉണ്ട്, 10-20 ലൈക്സും കിട്ടിട്ട്. അപ്പോൾ ഓരോ ദിവസം വരുന്നതോറും ഇങ്ങനെ ഗ്രോത്തായി വരും. അപ്പം ഞാൻ ഏകദേശം ഗൂഗിളിൽ അതിലും മൊത്തം അനലൈസ് ചെയ്തപ്പോൾ ഏറ്റവും ബെറ്റർ ഇങ്ങനെ ഫിനാൻഷ്യലായിട്ട് പറയണതാണ് നമ്പർ 1 കണ്ടൻറ്റ് പറയുന്നത്, പെട്ടെന്ന് റീച്ച് ആവാൻ പറ്റുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഞാൻ ചൂസ് ചെയ്തത്. പിന്നെ സ്റ്റോറി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എനിക്കറിയണ എന്നെ തന്നെയാണ്. അപ്പോൾ ബെറ്റർ എൻ്റെ സ്റ്റോറി പറയണത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റോറി ഞാൻ സെലക്ട് ചെയ്ത്. ഇതിലെനിക്ക് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ മറ്റുള്ളവർക്ക് കുറച്ച് അറിവാകുമല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ മറ്റുള്ളവർ എന്ത് ചിന്തിക്കണേ, അവർ കൈയൊട്ടിച്ചിരിക്കും, കളിയാക്കും, അതൊന്നും എൻ്റെ മൈൻഡിലേ ഇല്ല. കാരണം നിങ്ങൾ എവിടെയോ നിന്നിട്ട് എവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ ചെയ്യണം, അതൊന്നും ഞാൻ അറിയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ പോരെ. നമ്മൾ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ആവണമെങ്കിൽ ആയിക്കോട്ടെ, എത്ര തന്നെ ഉള്ളൂ. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എനിക്ക് നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാണ്ടിരിക്കാൻ വേണ്ടി എനിക്ക് ശ്രദ്ധിച്ചാൽ മതി, അത്ര തന്നെ ഉള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇങ്ങനെ വീഡിയോ. പിന്നെ വീഡിയോ ഇടാനും യൂട്യൂബ് ചാനൽ തുടങ്ങാനും കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് വീഡിയോയിലൊക്കെ, എന്തായാലും 2 മാസം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വരും. എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി തുടങ്ങണം എന്നുള്ള പ്ലാനിലാണ്. അതിന് ഇപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബന്ധവും പണവും അങ്ങനെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിലൊരു അറ്റാച്ച്മെൻറ്റ് വേണം. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കണം. എല്ലാവരും സ്ക്രോൾ ചെയ്യുന്നുണ്ട്, വീഡിയോ കണ്ട്, ഞാനും അതുപോലെ തന്നെ വീഡിയോ കണ്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനൊരു മാറ്റം വേണം എന്ന് ചിന്തിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ കാട്ടിക്കൂട്ടി. പക്ഷേ എനിക്ക് വലിയ ഫോളോവേഴ്സും ഗ്രോത്തും ഒന്നും ഇല്ലെങ്കിലും ഒരു ടൈമിൽ ഞാൻ ആവുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതിനുവേണ്ടി ഞാൻ ഡെയിലി പ്രയത്നിക്കുന്നുണ്ട്, ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്. പിന്നെ രക്ഷപ്പെടണം, അത് എല്ലാവരുടെയും മൈൻഡിലാണ്. പക്ഷെ അതിനുവേണ്ടി കഷ്ടപ്പെടണം. വെറുതെ ഇങ്ങനെ രക്ഷപ്പെടണം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ആരുടെ വാക്കും കേൾക്കാത്തത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നത്. എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീച്ച് മൊബൈൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു ബ്രദറുണ്ട്, കസിനാണ്, ഓനും മെസ്സേജ് അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, ചെയ്തോ, ആരുടെ വാക്കും കേൾക്കണ്ട, നിർത്തണ്ട. ഞമ്മക്ക് കേൾക്കുമ്പോൾ ഭയങ്കര മോട്ടീവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാരണം. പിന്നെ ആരിനും പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ട് കളിയാ ഒന്നുമില്ല. ചിലർക്ക് അതൊക്കെ മനസ്സിലാവും, ചിലർക്ക് അതൊക്കെ കുറവായി തോന്നും, ചിലരത് കളിയാക്കും. അത് നമ്മുടെ മൈൻഡിൽ കയറേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ലക്ഷ്യം, അതിന് നോക്കിയിട്ട് നേരെ നടക്കുക, അത്രയാണ്. റോഡിൽ കല്ലുണ്ടാവും, മുള്ളുണ്ടാവും, എല്ലാം ഉണ്ടാവും. അത് ഉണ്ട് പറഞ്ഞാൽ നമുക്ക് പോകേണ്ടി നമ്മുടെ കാര്യം നടക്കൂലല്ലോ. തട്ടിയിട്ട് നേരെ പോവുക, അത്ര തന്നെ ഉള്ളൂ.